ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതുപോലെ 2 പച്ചക്കാണ് കേട്ടോ നമ്മൾ കറി വെക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചീകി മാറ്റിയതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ വലുപ്പത്തിലുള്ള പീസായിട്ട് കട്ട് ചെയ്തെടുത്തു. 2 എണ്ണമാണ് കേട്ടോ, ഒരുപാട് വലുതല്ലല്ലോ, ഒരു മീഡിയം ടൈപ്പ്. ഇനി നമ്മളിതിനകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക കേട്ടോ. ഞാനൊരു 2 എണ്ണം ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേന്ത്രക്കായ്ക്ക് അങ്ങ് ഒരുപാട് വേവൊന്നുമില്ല, അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ വീട്ടിൽ ഉള്ള നേന്ത്രക്കായൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ തൊലി കളയണം എന്നില്ല കേട്ടോ. ആ തൊലിയോട് കൂടി തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അത് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് വിശ്വസിച്ചെടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ചെയ്യുമ്പോൾ ആ തൊലിയോട് കൂടി തന്നെ കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു നുള്ളു മതി മഞ്ഞൾപ്പൊടി, ഒരുപാട് ചേർക്കണ്ട. മഞ്ഞൾപ്പൊടി കൂടി ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒരുപാട് ഒഴിക്കരുത്, ആവശ്യത്തിന് മാത്രം. ഈ പച്ചക്ക വേവാൻ ആവശ്യത്തിനുള്ള, നേന്ത്രക്ക വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒരുപാട് കൂടരുത് കേട്ടോ. നമുക്ക് കറി ഒരുപാട് വെള്ളം പോലെ ആയിപ്പോവും. അതുപോലെ തന്നെ പച്ച നേന്ത്രക്കായ എന്ന് പറയുന്നത് നമ്മൾ വെന്തങ്ങ് ഉടയരുത്, എന്നാൽ വേവും വേണം. ആ ഒരു പരുവം കേട്ടോ, ഉടഞ്ഞു പോരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് വലിയ പീസാക്കരുത്, തീരെ അങ്ങ് ചെറിയ പീസും ആക്കരുത് കേട്ടോ. ഈ ഒരു പരുവത്തിൽ വേണം. അപ്പോൾ ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് വേവിക്കണം കേട്ടോ, അപ്പോഴാണ് ശരിക്കും ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുക. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കാൻ മറക്കരുത്. അതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. കണ്ടോ, നല്ലപോലെ വെന്തിട്ടുണ്ട്, എന്നാൽ ഉടഞ്ഞു പോയിട്ടില്ല. നമ്മളൊരു സ്പൂൺ കൊണ്ടെങ്കിലും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് മാത്രം വേവിച്ചെടുക്കുക കേട്ടോ. ഓവറായിട്ട് അങ്ങ് വേവിച്ച് കുഴച്ചെടുക്കരുത്, കറിയുടെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങ വേണം. ഒരു 1.5 പിടിയോളം തേങ്ങ എടുക്കുക. നല്ല പച്ച തേങ്ങ എടുക്കുക കേട്ടോ. ഒരുപാട് ഉണങ്ങിയ തേങ്ങയൊന്നും എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല പച്ച തേങ്ങ എടുക്കണം, ഒരു 1.5 പിടിയോളം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകമാണ്. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണോളം, ടീസ്പൂണാണ് കേട്ടോ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടിയുടെ അളവ് ഒരുപാട് കൂടരുത്, കൂടിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. 1/2 ടീസ്പൂൺ മതിയാവും. എന്നിട്ട് ഒരു 2 ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വലിപ്പമുള്ളതാണ്, 2 എണ്ണം. ചെറുതൊക്കെ ആണെങ്കിൽ ഒരു 3 or 4 ഒക്കെ എടുക്കാം. 3 എണ്ണം മതിയാവും ചെറുതാണെങ്കിൽ. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് അരച്ച് കൊണ്ടുവരാം. ഇതിലേക്ക് ഒരു പൊട്ട് പുളി കൂടി ചേർക്കണം കേട്ടോ. ഒരു പൊട്ട് മതിയാവും, ഞാൻ അളവ് കാണിച്ചു തരാം. ആ പുളിയും കൂടി ചേർത്തിട്ടാണ് നമ്മളിതിൽ അരച്ചെടുക്കുക. അധികം പുളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് പുളി ചേർക്കണം എന്നില്ല, എന്നാലും ഒരു പൊട്ട് പുളി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങ അരയ്ക്കുമ്പോൾ അതും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരാം. അപ്പം എന്താ, ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്കുള്ള അരപ്പ് ഒഴിച്ച് കൊടുക്കാം. കണ്ടോ, വെള്ളമൊക്കെ ഒരുപാട് വെള്ളമൊന്നുമില്ല, കുറച്ച് വെള്ളമേ ഉള്ളൂ. അരപ്പത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലൂസാക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതൊന്ന് ലൂസ് ചെയ്തെടുക്കാം. ഒരുപാട് തിക്കാവരുത്, അതുപോലെ തന്നെ ഒത്തിരി അങ്ങ് വെള്ളം പോലെ ആവരുത് കേട്ടോ. അപ്പോൾ ഇതിൽ ഇത്തിരി കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരു സ്വല്പം കൂടി നമുക്കൊന്ന് ലൂസ് ചെയ്തെടുക്കാം. ഇനി ഇത് തിളപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടാവാൻ പാടുള്ളൂ. തിള വരുമ്പോൾ ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുക്കാം. ഈ സമയത്ത് ഉപ്പ് എരിവൊക്കെ ചെക്ക് ചെയ്യാൻ നോക്കുക. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറവാണ്, നമ്മൾ ആദ്യം കുറച്ച് ചേർത്തതല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ടെന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇത്തിരി കൂടി വെള്ളം ആവശ്യമുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. തിളക്കരുത്, തിളച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുത്താൽ മതി. പുളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. ഇതുപോലെ ഒരു പൊട്ട് പുളി മതി. അധികം പുളിയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ഇതിൻ്റെ പകുതി എടുത്താലും മതി കേട്ടോ. ചേർത്ത് അരച്ച് തന്നെ ചേർക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ചൂടാക്കിയെടുക്കാം. കണ്ടോ, ഇതാണ് ഒരു കൺസിസ്റ്റൻസി. ഇതിൽ കൂടുതൽ തിക്കാവരുത്, ഒരുപാട് വെള്ളം പോലെ ആവരുത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കറി മാത്രം മതി. എരിവെന്ന് പറയുന്നത് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിപ്പോൾ അത്യാവശ്യം എരിവുണ്ട്, കാരണം നമ്മൾ 2 പച്ചമുളകും മുളക് പൊടിയും ചേർത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എരിവ് വേണ്ടാത്തവർക്ക് പച്ചമുളകിൻ്റെയോ മുളക് പൊടിയുടെ ഒക്കെ അളവ് കുറയ്ക്കാവുന്നതാണ്. പച്ചമുളകും മുളക് പൊടിയും ചേർക്കുക കേട്ടോ, അല്ല മുളക് പൊടി മാത്രം ആകുമ്പോൾ അതിൻ്റെ കളറ് മാറിപ്പോകും. അതുകൊണ്ടാണ് പച്ചമുളക് ചേർത്താൽ അതിനനുസരിച്ച് മാത്രം മുളക് പൊടി ചേർത്താൽ മതി. നല്ലപോലെ ഒന്ന് ചൂടാക്കുക. ഉപ്പ് എരിവൊക്കെ കറക്റ്റാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ചട്ടി ആയതുകൊണ്ട് തന്നെ ഓവറായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇരുന്ന് ഒരുപാട് തിളയ്ക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. നന്നായിട്ട് തിള വരുമ്പോൾ ഇളക്കി കൊടുക്കുക. തിള ഇങ്ങനെ വരുന്നു എന്ന് കാണുന്ന സമയത്ത് ഇളക്കി കൊടുത്ത്
ചൂടാക്കിയെടുത്താൽ മതി. കണ്ടോ, ഇതാണ് നമ്മുടെ കായുടെ ഒരു പരുവം. എന്താ ഉടഞ്ഞിട്ടില്ല, എന്നാൽ നന്നായി വെന്തിട്ടുമുണ്ട്, ഈ ഒരു പരുവം. അപ്പോൾ ഇത് മതിയാവും. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട് കേട്ടോ. ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ വയ്ക്കാം. ഈ പാൻ ചൂടാകുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടാകുമ്പോഴേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം. ഒരു 4-5 ചെറിയുള്ളി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞ് മാറ്റി വെക്കണം കേട്ടോ. കടുക് പൊട്ടി വരുമ്പോഴേക്കും അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി വന്നപ്പോഴേക്കും ചെറിയുള്ളി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞെടുത്താൽ മതി. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് മൂപ്പിക്കേണ്ട, ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മൂപ്പിച്ചെടുത്തോളൂ. മൂത്ത് വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് 2 വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുത്തു. വറ്റൽമുളക് ആദ്യം തന്നെ ഇടരുത് കേട്ടോ, അപ്പോൾ ഈ ഉള്ളിയുടെ കൂടെ ഒരുപാട് മൂത്ത് പോവും. അതുകൊണ്ട് തന്നെ ഉള്ളി മൂത്ത് വരുന്ന ഒരു സ്റ്റേജിൽ മാത്രം വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലപോലെ കളർ ചേഞ്ചായി വരണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. കറിക്ക് ആ ഒരു ടേസ്റ്റ് മാറും. ഒരു കയ്പ്പ് രസം വരും. നല്ല ഒരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ഒക്കെയാണ് കേട്ടോ ഉള്ളി മൂപ്പിച്ചിടുമ്പോൾ. അപ്പോൾ ഇതിലേലും നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി ഒന്നുകൂടെ ഒന്ന് കളർ ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്ക് കറിയിലേക്ക് താളിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് മതിയാവും കേട്ടോ. ഇനി ഒരുപാടിട്ട് മൂപ്പിച്ചെടുക്കണ്ട. അത്യാവശ്യം നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പച്ചക്ക കൊണ്ടും പച്ചനേന്ത്രക്ക കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരുപാട് റെസിപ്പീസ് ഉണ്ട് കേട്ടോ. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പച്ചക്കായ അല്ലെങ്കിൽ പച്ചനേന്ത്രക്ക റെസിപ്പീസ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ താളിച്ചത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ പച്ചക്ക വെച്ചിട്ടും പച്ചനേന്ത്രക്ക വെച്ചിട്ടുള്ള റെസിപ്പീസ് എല്ലാം ആ ഒരു പ്ലേലിസ്റ്റിനുള്ളിലുണ്ടാവും കേട്ടോ. ഇതുവരെ നമ്മൾ ഇട്ടിരിക്കുന്ന വീഡിയോസ് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ താളിച്ചത് കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് അത്രയേ ഉള്ളൂ കേട്ടോ. ഇളക്കി കൊടുത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള നാടൻ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കുമ്പോൾ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം. എന്നാലും ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തില്ല. അതിനായിട്ടാണ് അടുത്തുള്ള ബെലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാനും പറയുന്നത്. അപ്പോൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പീസൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ചാനൽ ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.